RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നാളെ പുലർച്ചയ്ക്ക് ഇന്ത്യ സമയം 12:30 നടക്കാൻ പോകുന്ന പകയുടെയും വൈരാഗ്യത്തിന്റെയും ചതിയുടെയും എന്താ പറയാ പഴയ കഥ. ആ കഥ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അർജന്റീനയും ഇംഗ്ലണ്ടും ഇന്ന് വേൾഡ് കപ്പിന്റെ മൈതാനത്തിൽ അവര് വീണ്ടും ഏറ്റുമുട്ടുകയാണ്. നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷമാണ് അവര് ഈ ഒരു വേൾഡ് കപ്പ് വേദിയിൽ ഏറ്റുമുട്ടുന്നത്. അവസാനം ഏറ്റുമുട്ടിയപ്പോ അത് ഇംഗ്ലണ്ടിനായിരുന്നു വിജയം. 1951 ഏറ്റവും ആദ്യമായിട്ട് ഇംഗ്ലണ്ടും അർജന്റീനയും ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഇവരുടെ പകയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ 1966 ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നേടിയ ഇംഗ്ലണ്ടിൽ നടന്ന ആ ഒരു വേൾഡ് കപ്പിലാണ്. അന്ന് അർജന്റീനയെ പുറത്താക്കി ഇംഗ്ലണ്ട് ആ ഒരു വേൾഡ് കപ്പിൽ ആ ഒരു കിരീടത്തിൽ മുത്തമിടുകയാണ്. ആ സമയത്താണ് ഇംഗ്ലണ്ടും അർജന്റീനയും ആ വേൾഡ് കപ്പ് നടക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുന്നാണ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അതിൽ ഇംഗ്ലണ്ടിന്റെ വിജയം അർജന്റീനയിലെ ഒരുപാട് പേര് മരണപ്പെടുകയും അതേപോലെ തന്നെ അർജന്റീന പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം അങ്ങോട്ട് ഒരുപാട് മത്സരങ്ങൾ കടന്നുപോയി. അതിനുശേഷം 1978 അതേപോലെ തന്നെ 86 അർജന്റീന വേൾഡ് കപ്പ് എടുത്തപ്പോഴെല്ലാം ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു 86 ക്വാർട്ടർ ഫൈനൽ ആരും മറക്കില്ല. മറഡോണയുടെ ദൈവത്തിന്റെ കൈയടിച്ച ഗോളും അതിനുശേഷം ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഗോളും പിറന്ന ഒരൊറ്റ മത്സരം. ആ ഒരു മത്സരത്തിലാണ് ഇംഗ്ലണ്ട് പുറത്തു പോകുന്നത്. ആ ഒരു വൈരാഗ്യം മറഡോണയോട് ഇംഗ്ലണ്ടുകാർക്ക് ഇന്നും ഉണ്ടെന്നുള്ള കാര്യമാണ്. അങ്ങനെ ആ ഒരു കളിയെല്ലാം കഴിഞ്ഞു. അതിനുശേഷവും അതിനുശേഷം സിമിയോണിയും അതേപോലെ തന്നെ ഇപ്പോൾ അർജന്റീനിയൻ സ്ക്വാഡിൽ കോച്ചിങ് സ്റ്റാഫിലുള്ള പലരും കളിച്ച ഒരു 2002 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അർജന്റീന കണ്ട ഏറ്റവും നല്ല സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയാം, സ്ക്വാഡും ബെഞ്ച് ഡെപ്തും ഉള്ള ഒരു ടീമായിരുന്നു അന്നത്തെ. അത് ഒരുപാട് പേര് നമ്മള് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ കളിച്ച ഒരുപാട് ഇപ്പൊ സിമിയോണിയൊക്കെ ഇപ്പൊ സിമിയോണി, അതേപോലെ അമേരിക്കന്റെ കോച്ചായ പച്ചടിയാൻ, ഇവരൊക്കെ ആ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. 2002 വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടായിരുന്നു അർജന്റീന ആ ഒരു വേൾഡ് കപ്പിന് വന്നത്. പക്ഷെ അവര് പെട്ടെന്ന് തന്നെ ആ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിനൊരു ഉത്തരം കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു സ്ക്വാഡും അതേപോലെ തന്നെ ഇത്രയും നല്ലൊരു കോച്ച് ഉണ്ടായിട്ടും അർജന്റീന 2002 അന്ന് ആരും പ്രതീക്ഷിക്കാതെ വന്ന ബ്രസീലാണ് ആ ഒരു വേൾഡ് കപ്പ് തോന്നുന്നത്. ബ്രസീലിന്റെ അവസാന 5ാമത്തെ വേൾഡ് കപ്പ് നേടിയത്. അങ്ങനെ ആ ഒരു വേൾഡ് കപ്പിലും ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ പെനാൽറ്റിയിലാണ് ഇംഗ്ലണ്ട് വിജയിക്കുന്നത്. അർജന്റീനയുടെ ഒരു ഫൗളില് പെനാൽറ്റി കിട്ടിയിട്ട് ആ പെനാൽറ്റിയിലാണ് ഇംഗ്ലണ്ട് വിജയിച്ച് അർജന്റീന പുറത്തു പോകുന്നത്. ഇതേപോലെ 90 ഇങ്ങനെ ഇതേപോലെ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിലും അർജന്റീനയോട് പെനാൽറ്റിയിലാണ് ഇംഗ്ലണ്ട് വിജയിക്കുന്നത്. അപ്പോൾ ആ ഒരു പക ഇതിന്റെ യുദ്ധത്തിന്റെയും രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് വൈകാരികമാണ്. ഈ 1986 അർജന്റീന വേൾഡ് കപ്പ് എടുക്കുമ്പോൾ മറഡോണ ഈ കളിക്ക് മുന്നേ തന്റെ സഹതാരങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇവര് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ കുടുംബാംഗങ്ങളെയും കൊന്നൊടുക്കിയവരാണ്. ഇവർക്കെതിരെ പോരാടണം. ആ ഒരു പോരാട്ട വീര്യമായിരുന്നു അന്നത്തെ ആ കളിയിൽ കണ്ടത്. അവരെ വിജയം നേടിയത്. അത്രയും നിറയെ ഫൗളുകൾ. അതേപോലെ തന്നെ ഈ 66 നടന്ന മത്സരത്തിലും ഇതേപോലെ ഒരുപാട് ഫൗളും അതേപോലെ തന്നെ ഇതിൽ ക്യാപ്റ്റനായിരുന്ന അർജന്റീനക്കാരൻ ആ ചങ്ങായിക്ക് റെഡ് കാർഡ് കൊടുത്തിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് 8 മിനിറ്റോളം ഗ്രൗണ്ടിൽ ആളിരുന്നു. എന്താ പറഞ്ഞാൽ ജർമ്മൻകാരനായ റഫറി റെഡ് കാർഡൊന്നുമില്ല, പുറത്തു പോവാണ്. കളിയിൽ നിന്ന് ഫൗളുകൾ ചെയ്ത് കഴിഞ്ഞാൽ റഫറി പുറത്തു പോകണം. യെല്ലോ കാർഡോ റെഡ് കാർഡൊന്നും ഇല്ല, കളിയിൽ പറ്റിയില്ലെങ്കിൽ പുറത്തു പോകും. അങ്ങനെ പോലീസുകാർ വന്നിട്ടാണ് ആ ഒരു പ്ലെയറെ, ക്യാപ്റ്റനായ അർജന്റീനക്കാരനെ പുറത്തു കൊണ്ടുവന്ന് ആ ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിച്ച് ആ ഒരു വേൾഡ് കപ്പ് നേടുകയാണ്. അപ്പൊ ഇങ്ങനെ കുറെ പകകളും അതേപോലെ തന്നെ ഫാൻ ഫൈറ്റുകൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഇന്ത്യയിൽ, കേരളത്തിൽ അത്രമാത്രം ഫാൻസുകൾ അർജന്റീന പോലെയും ബ്രസീലിനെ പോലെയും ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഉറ്റുനോക്കിയ മത്സരം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആയിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഇംഗ്ലണ്ടിന് അത്രമാത്രം ഫാൻസുകൾ ഉണ്ട്. പക്ഷേ അത്രമാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഫാൻസുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ അർജന്റീനയും ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരത്തിന് അത്രമാത്രം ഫാൻ ഫൈറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ 90 കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ ഫുട്ബോൾ കണ്ടുകൊണ്ടും അതേപോലെ തന്നെ ഈ 60കളിലൊക്കെ ജീവിച്ചിരുന്നവർക്കാണ് ഈ ഒരു വൈരാഗ്യത്തിന്റെയും അതേപോലെ പകയുടെയും അതേപോലെ ചതിയുടെയും കഥയൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മളൊക്കെ കളി തുടങ്ങുന്ന സമയത്ത് 86 85 90 ജനിച്ചവരായിരിക്കും വേൾഡ് കപ്പ് കാണുന്നില്ല. ഇപ്പൊ 2002 1998 ഉള്ള 94 വേൾഡ് കപ്പുകളായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന 2000 ശേഷമുള്ള വേൾഡ് കപ്പ് ആയിരിക്കും. അപ്പോൾ അതിൽ അർജന്റീന എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സി മാത്രമാണ്. മെസ്സിയെ കഴിഞ്ഞിട്ടുള്ള, മെസ്സിക്ക് മുന്നുള്ള അർജന്റീന നമ്മളൊക്കെ ഹൈലൈറ്റ്സുകളിലും അതേപോലെ തന്നെ ഇങ്ങനെ യൂട്യൂബുകളിൽ കണ്ടിട്ടുള്ള വീഡിയോകളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോൾ കളിയിലേക്ക് വരാന്ന് പറഞ്ഞാൽ അർജന്റീന ഈ ഒരു വേൾഡ് കപ്പിൽ ഇപ്പോൾ അവസാന പ്രീ ക്വാർട്ടറും അതേപോലെ തന്നെ റൗണ്ട് ഓഫ് 16 നോക്കൌട്ട് റൗണ്ടുകളൊക്കെ എന്താ പറയാ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ പലരും പറയുന്നുണ്ട് അർജന്റീന വലിയ ടീമുകളായിട്ട് മുട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ ഞാൻ അത്ര ഈ പറയുന്ന വിരോധികളോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അർജന്റീനയെ പോലെ തന്നെ ഇംഗ്ലണ്ടും അതേപോലെ തന്നെ ഫ്രാൻസും അത്ര വലിയ ടീമുകളെയൊന്നും ഏറ്റുമുട്ടിയിട്ടില്ല.
അർജന്റീനയ്ക്ക് റൗണ്ട് ഓഫ് 32 കേബോ വെർദയും അതേപോലെ തന്നെ റൗണ്ട് ഓഫ് 16 ഈജിപ്തും അതേപോലെ തന്നെ അവസാനം നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡും ആയിരുന്നു ക്വാർട്ടർ ഫൈനൽ നടന്നത്. അപ്പോൾ ഇത് ശരിക്കും വരേണ്ടത് എങ്ങനെയാ പറഞ്ഞാല് ഉറുഗ്വ ആയിരുന്നു റൗണ്ട് ഓഫ് 16 വരേണ്ടത്. അതിനുശേഷം തുർക്കി വരാനുണ്ടായിരുന്നു, അതിനുശേഷം പോർച്ചുഗൽ വരാനുണ്ടായിരുന്നു, അതിനുശേഷം ബ്രസീൽ വരാനുണ്ട്. ഇതൊന്നും അർജന്റീനയുടെ കുറ്റമല്ല. ഇങ്ങനെയാണ് ശരിക്കും കറക്റ്റായിട്ട് എന്താണ് എല്ലാ ഗ്രൂപ്പുകളിലും ഒന്നാം സ്ഥാനക്കാരായിട്ട് പോർച്ചുഗലും അതേപോലെ തന്നെ ബ്രസീലും അതേപോലെ തന്നെ അർജന്റീനയും എല്ലാവരും ഒന്നാം സ്ഥാനക്കാരായിട്ടും സ്പെയിൻ അടക്കം വരികയാണെങ്കിൽ ഇതായിരുന്നു അവരുടെ ഒരു പാത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷെ അർജന്റീനയ്ക്ക് ഭാഗ്യവശാൽ അവർക്ക് കുഞ്ഞൻ ടീമുള്ളത്, പക്ഷെ കുഞ്ഞൻ ടീമുകൾ ശരിക്കും വിറപ്പിച്ചിട്ടാണ് അർജന്റീന സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നുള്ള കാര്യമാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ഈജിപ്തുമായിട്ടുള്ള മത്സരം തന്നെയാണ്. ശരിക്കും മറിച്ചെന്ന് പറയാം ആ ഒരു കമ്പാക്ക് നടത്തിയത്. ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മറിച്ചൊന്നുമല്ല. ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താ കാരണം എന്നാൽ അവർക്ക് റൗണ്ട് ഓഫ് 32 കിട്ടിയത് DR കോൺഗോണ്, അതിനുശേഷം മെക്സിക്കോ വന്നിട്ടുണ്ട്, അതിനുശേഷം നോർവേ ആണ് സത്യത്തിൽ പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ ഒന്ന് വിറപ്പിച്ചെന്ന് പറയാം. അതിനുശേഷം മെക്സിക്കോ ആയിട്ടുള്ള മത്സരം കിടിലായിരുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ മത്സരങ്ങൾ നോക്കുമ്പോൾ ഈ ലോക റാങ്കിങ്ങും കാര്യങ്ങളും എന്നാലും നോക്കും, മത്സരങ്ങൾ എങ്ങനെയായിരുന്നു നോക്കാം. അപ്പോൾ ഇംഗ്ലണ്ടിനും കടുത്ത മത്സരങ്ങളായിരുന്നു മെക്സിക്കോയും കൊടുത്തത്, അതേപോലെ തന്നെ DR കോൺഗോയും കൊടുത്തത്, അതേപോലെ തന്നെ നോർവേയുടെ അവസാന ക്വാർട്ടർ മത്സരം ഉണ്ടായത്. ചരിത്രങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോ നിൽക്കുന്ന അർജന്റീനയുടെയും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെയും ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലർ പറയും ഒരു പിടി ഇംഗ്ലണ്ട് മുന്നിലാണ്, ചിലർ പറയും ഒരു പിടി അർജന്റീന മുന്നിലാണ്. എന്താ പറയുക, രണ്ട് ടീമുകളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അർജന്റീന ഇംഗ്ലണ്ടിനേക്കാളും ഒരു പിടി സ്ട്രഗിൾ മുന്നിലായിരുന്നു എന്ന് പറയാം. ഈ രണ്ട് ടീമുകളുടെ ഈ ഒരു വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും പോരാട്ട വീര്യം വല്ലാത്തൊരു പോരാട്ട വീര്യം. അതിൽ ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ മെക്സിക്കോ ആയിട്ടുള്ള മത്സരം തന്നെ എടുത്താൽ മതി. അവര് 3-2 മുന്നിലായിരുന്നു. പക്ഷേ ആ സമയത്ത് 54 മിനിറ്റിൽ ഇംഗ്ലണ്ടിന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് ബാക്കിയുള്ള മുഴുവൻ സമയവും അവര് ആ ഒരു പ്ലെയറെ കുറച്ചുകൊണ്ടാണ് അവർ ഡിഫെൻഡ് ചെയ്ത് കളിച്ചത്. അതും മെക്സിക്കോ പോലെ തിരമാലകളെ പോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമിനെതിരെ. അതും മെക്സിക്കോയുടെ ഹോം ഗ്രൗണ്ട്, അവരുടെ ഏറ്റവും വലിയ സ്റ്റേഡിയം. അവിടെ ആകെ 2 കളികൾ മാത്രം മെക്സിക്കോ പരാജയപ്പെട്ടില്ല, അവിടെ ആയിരുന്നു ജയിച്ചത്. അതേപോലെ അർജന്റീനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈജിപ്തിനെതിരെ 2-0 പുറകിൽ പോയിട്ട് 3-2, അതും 80 സംതിങ് മിനിറ്റുകൾ വരെ, 78 മിനിറ്റ് വരെ 2-0 പുറകിലായിരുന്നു. ബാക്കിയുള്ള 14 മിനിറ്റുകളിലാണ് 3 ഗോൾ അടിച്ചിട്ട് ലയണൽ മെസ്സിയുടെ അർജന്റീന തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് കേബോർഡെ ആയിട്ടുള്ള മത്സരമായിക്കോട്ടെ സ്വിറ്റ്സർലാൻഡ് ആയിട്ടുള്ള മത്സരമായിക്കോട്ടെ 3-1 വിജയിച്ചതും ഇവർക്ക് രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്ത, എന്താ പറയുക, മറ്റുള്ള ടീമുകളായിട്ട് ഇങ്ങനെയാണെങ്കിൽ ശിരവൈരികളായിട്ട് കുറെ പകകളും അതേപോലെ തന്നെ വൈരാഗ്യങ്ങളും കുറെ ബാക്കിൽ ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും ഒന്നും മാറില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ തീപ്പാറിയ ഒരു പോരാട്ടം. എനിക്ക് തോന്നുന്നു സ്പെയിൻ വിസസ് ഫ്രാൻസിനെക്കാളും ഗംഭീര മത്സരമായിരിക്കും. ചിലപ്പോൾ റെഡ് കാർഡുകളും യെല്ലോ കാർഡുകളൊക്കെ ഇങ്ങനെ വീശി എറിയേണ്ടി വരും റഫറിമാർക്ക്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ രണ്ട് ടീമുകളും സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ വേൾഡ് കപ്പിൽ തന്നെ രണ്ട് ടീമുകൾക്ക് ഏറ്റവും വലിയ ഓപ്പോണന്റ് ആയിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ട് ശക്തമായ ഒരു എതിരാളിയാണ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് അർജന്റീന ഒരു ശക്തമായ എതിരാളികളാണ്. രണ്ടുപേരുടെ ഫോർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ വെല്ലിഹാമിനും അതേപോലെ തന്നെ ഷോമിനിക്കൊക്കെ പരിക്കുകളുണ്ട്. അതേപോലെ ഡിക്ലൻ റൈസിനെ കഴിഞ്ഞ കളിയിൽ ഹാഫ് ടൈമിന് തന്നെ പിൻവലിച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂകളൊക്കെ ഉള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രണ്ട് ടീമിന്റെ കാര്യം നോക്കുകയാണെങ്കിലും സന്തുലിതമായ ഒരു ടീമാണ്. ഫോർമേഷനിൽ ഇവിടെ കളിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 4-3-3 കളിക്കാൻ പോകുന്നത്. ബെല്ലിഹാമാണ് അവരുടെ തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞാൽ ബെല്ലിഹാമും അതേപോലത്തെ ഹാരിക്കെയിനും ഗോളുകൾ അടിച്ചുകൂട്ടി ഈ വേൾഡ് കപ്പിൽ ഒരേപോലെ, എന്താ പറഞ്ഞാൽ ഒരു മിഡ്ഫീൽഡറാണ് നോക്കണം ഈ ചങ്ങായി അടിച്ചുകൂട്ടിയ ഗോളുകൾ. അപ്പോൾ ഇവരുടെ അതേപോലെ തന്നെ അസിസ്റ്റുകൾ കൊടുത്തിട്ട് ഗോർഡൻ ഗംഭീര പെർഫോമൻസിലാണ്. അതേപോലെ മൊത്തത്തിൽ ഇംഗ്ലണ്ട് ടീം മൊത്തം എന്താ പറയാ, ആ ഒരു സ്ക്വാഡ് അനൗൺസ് ചെയ്തപ്പോൾ കോൾ പാർമറും ഫോഡനൊക്കെ പുറത്തിരുന്നപ്പോൾ കുറെ പേര്, ഒരുപാട് താരങ്ങൾ പുറത്തിരിക്കണ്ടായിരുന്നു. 26 ടീമിൽ യോഗ്യത കിട്ടാതെ ഒരുപാട് പേര് പുറത്തിരിക്കുന്നത്. അപ്പൊ ഈ കോച്ചിനെതിരെ തുഷാലിനെതിരെ ഒരുപാട് പേര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. നീണ്ട കാത്തിരിപ്പ് പറഞ്ഞാൽ 1966 ശേഷം ഇതുവരെ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു സ്വപ്നമാണ്. പക്ഷെ ഇതുവരെ കളിച്ച സെമി ഫൈനലൊന്നും അർജന്റീന പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ കാര്യം നോക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം മെസ്സിയാണ്. ടോപ്പ് ഗോൾ സ്കോറർ, ടോപ്പ് അസിസ്റ്റ്, ടോപ്പ് ട്രിബിളർ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റും ഇനിയിപ്പോ ത്രൂ പാസുകൾ കൊടുത്തായിക്കോട്ടെ, ബോൾ കൺട്രോളിൽ വെച്ചത്, ഏറ്റവും കൂടുതൽ ടച്ച്, പാസ്, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അർജന്റീന. പക്ഷെ അവിടെ ഒരു ടീമായിട്ട് ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്. അവിടെയാണ് അർജന്റീനയും ഇംഗ്ലണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ അവസാന മത്സരങ്ങളിൽ മാക്കലിസ്റ്ററും അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ഗോൾ അടിച്ചു. അതേപോലെ തന്നെ ജൂലിയൻ ആൽവരസ്, ലൗതാറോ മാർട്ടിൻസ് എല്ലാവരും ഗോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെസ്സി ഒഴിച്ച് ബാക്കി എല്ലാവരും ഗോൾ അടിച്ചു എന്നുള്ള ഒരു നല്ലൊരു പോസിറ്റീവായ കാര്യമാണ് അർജന്റീനയ്ക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നാളത്തെ കളിയിൽ എൻ്റെ ഒരു ഫോർമേഷനിൽ മാറ്റം വരുത്തേണ്ട കാര്യം പറഞ്ഞാൽ ഈ 4-4-2 എന്ന ഫോർമേഷൻ പൊളിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി സെമി ഫൈനലിൽ 2 മത്സരങ്ങളാണ്. അതും ഇംഗ്ലണ്ടും സ്പെയിനും ഫ്രാൻസിനെയാണ് നേരിടാണ്ട്. അതായത് ഫ്രാൻസ് ആണ് ഇംഗ്ലണ്ടാന്ന് ഇപ്പോൾ ഈ വീഡിയോ വന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാനിത് വീഡിയോ ഫ്രാൻസിന്റെയും സ്പെയിന്റെയും കളി നടക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കളി ഫോർമേഷനിൽ ഇംഗ്ലണ്ടിനേക്കാളും ഒരു പിടി പുറകിലാണ് ഈ ഒരു ഫോർമേഷനിൽ അർജന്റീന നിൽക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിന് 4-3-3 തന്നെയാണ്. സിമിയോണി അതേപോലെ തന്നെ അൽമാഡ കഴിഞ്ഞ കളിയിൽ ഗംഭീര പെർഫോമൻസ്, അൽമാഡയൊക്കെ തിരിച്ചു കൊണ്ടുവരാതെ നിക്കോ പാസ് ഉണ്ട്.
ബാർക്കയുണ്ട്. സെമി ഫൈനലിൽ എത്രമാത്രം ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവും എന്ന് അറിയില്ല. പക്ഷേ ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീമിനെയും ഇനിയിപ്പോൾ സ്പെയിനിനെ ആയിക്കോട്ടെ ഫ്രാൻസിനായി നേരിടണമെങ്കിൽ ഈ ഒരു ഫോർമേഷനിൽ പോയി കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് പണി കിട്ടും. അർജന്റീന എത്ര ഗോൾ കിട്ടിയാലും 90 മിനിറ്റ് എന്ന ആ ഒരു കടമ്പ ഉണ്ട്, അതിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ പണിയാണെന്നുള്ള കാര്യമാണ്. അപ്പോ എല്ലാവരും ഉറ്റുനോക്കുന്ന ഈ മത്സരത്തിൽ ആര് ജയിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഇംഗ്ലണ്ടും അർജന്റീനയും എങ്ങനെയാണ് ഈ സെമി ഫൈനലിൽ എത്തിയത് നോക്കാം. ഗ്രൂപ്പ് എല്ലിൽ നിന്നാണ് ഇംഗ്ലണ്ട് വന്നത്. ഇംഗ്ലണ്ട് ആദ്യ മത്സരം നോക്കി കഴിഞ്ഞാൽ ക്രൊയേഷ്യ ആയിരുന്നു. ഗംഭീര മത്സരമായിരുന്നു. എന്താ പറയുക, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തീപ്പാറിയപ്പോൾ 4-2 ഇംഗ്ലണ്ട് വിജയിച്ച് അടുത്ത മത്സരത്തിൽ ഗാനയോട് ഞെട്ടിക്കുന്ന സമനിലയിലാണ് ഇംഗ്ലണ്ട്. അടുത്ത മത്സരം നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് പനാമ 2-0 പനാമയെ പരാജയപ്പെടുത്തി. ആദ്യ റൗണ്ട് ഓഫ് 32 DR കോങ്കോയെ 2-1 പരാജയപ്പെടുത്തി. നല്ല പോരാട്ട വീര്യം കാഴ്ചവെച്ചാണ് DR കോങ്കോ എന്ന് പറയുന്ന കുഞ്ഞൻ രാജ്യം, ആഫ്രിക്കൻ രാജ്യം ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായത്. അതിനുശേഷം മെക്സിക്കോ ആയിട്ടുള്ള മത്സരം ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും ടോപ്പ് മത്സരം, ടോപ്പ് നോച്ച് മത്സരം, ഗിയർ ചേഞ്ചുകളും അതേപോലെ തന്നെ എന്താ പറയാ, നമ്മളിപ്പോ ഇപ്പൊ ഗോൾ അടിക്കും എന്നുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ സമ്മാനിച്ച് ഗംഭീരമായ ഒരു മത്സരം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മത്സരമാണ് ആ ഒരു മെക്സിക്കോ വിസസ് ഇംഗ്ലണ്ട്. ആ ഒരു മത്സരത്തിൽ 3-2 അതും 10 പേരുമായിട്ട് 54 മിനിറ്റ് ചുരുങ്ങിയ ശേഷമാണ് ഇംഗ്ലണ്ടിന്റെ തിരിച്ചു വരവ്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നോർവേ ആയിട്ടുള്ള മത്സരത്തിൽ അടുത്ത മത്സരത്തിൽ 2-1 അതിൽ കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അർജന്റീനയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ജെയിൽ നിന്നാണ് അർജന്റീന ആദ്യ മത്സരം അൾജീരിയ ആയിട്ട് 3-0 വിജയിച്ചു. അതിനുശേഷം ഓസ്ട്രിയ ആയിട്ട് 2-0 വിജയിച്ചു. അതിനുശേഷം ജോർദാനായിട്ട് 3-1. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് മെസ്സിയിൽ ഊന്നിയിട്ട് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് റൗണ്ട് ഓഫ് 32 വന്നപ്പോൾ കേബോ വെർദെ 3-2 ആദ്യ ഗോൾ അടിച്ചു. കേബോ വെർഡയുടെ ആ ഒരു ചെറിയ രാജ്യത്തെ എന്താ പറയാ, ആ ഒരു പോരാട്ട വീര്യം സമ്മതിക്കാതെ പറ്റില്ല. അവര് ഈ വേൾഡ് കപ്പിൽ നിന്ന് തലയുയർത്തി തന്നെയാണ് മടങ്ങിയിരിക്കുന്നത്. 3-2 ഭാഗ്യം കൊണ്ട് കഴിച്ചതെന്ന് പറയാം. അർജന്റീന ഫാൻസ് ഒക്കെ ഈ വേൾഡ് കപ്പ് അത്രയും ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ആ ഒരു റൗണ്ട് ഓഫ് 32 തന്നെ ഹൃദയമിടിപ്പുകൾ ഇങ്ങനെ കൂട്ടാന്ന് പറയില്ല, അങ്ങനെ വിസ്ഫോടനങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരിക, എന്താവും, തോക്കോ ജയിക്കോ എന്നുള്ളതിൽ ജയിക്കുന്നറിയാം. പക്ഷേ അവസാന വിസിൽ മുതൽ ഈ ടെൻഷൻ അടിപ്പിച്ച് അത് അർജന്റീന ഫാൻസിനെക്കാളും കൂടുതൽ മറ്റുള്ള ഫാൻസാ. എന്താ കാരണം എന്നാണ്, അവരൊക്കെ പുറത്തിരുന്ന് കളി കാണുന്നത്. അർജന്റീനയുടെ പുറത്തു ആകലിന് വേണ്ടി കാത്തിരിക്കുന്ന ടീമാണ്. പക്ഷെ അവരിങ്ങനെ കാത്തിരുന്ന് അവസാനം അവർക്ക് വിപരീതമായിട്ട് സംഭവിക്കുമ്പോൾ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളും, അതാണ് ഈ കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഇത്ര മാത്രം ഈ അർജന്റീന ടീമിന് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അടുത്ത മത്സരം നോക്കി കഴിഞ്ഞാൽ അർജന്റീന വിസസ് ഈജിപ്ത് ആയിരുന്നു. കിടിലൻ മത്സരം. ഈജിപ്ത് തലയുയർത്തതിനാണ് മടങ്ങിയത്. 3-2 അർജന്റീനയെ വെള്ളം കുടിപ്പിച്ചെന്ന് പറയാം. അതിനുശേഷം സ്വിറ്റ്സർലാൻഡ് ആയിട്ട് 3-1 അർജന്റീന വിജയിച്ചു. എന്റെ ഒരു അഭിപ്രായത്തിൽ അർജന്റീന ഈ വേൾഡ് കപ്പിലല്ല, വേൾഡ് കപ്പ് ചരിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മോശം, ഞാനൊക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അവര് എക്സ്ട്രാ ടൈമിൽ ആ ഒരു 10 ആളായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിനെ ശരിക്കും പൂട്ടി. അതിലും ജൂലിയൻ ആൽവാരസിന്റെ കിടിലൻ ഗോളും ലൗതാറോ മാർട്ടിനസ് ആയ 2 സ്ട്രൈക്കർമാരും ഗോളടിച്ച് അങ്ങനെ അർജന്റീനയുടെ തിരിച്ചുവരവ് 3-1 വിജയിച്ചിരിക്കുകയാണ്. ഇനി ഇംഗ്ലണ്ടിനെയാണ് നേരിടാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇംഗ്ലണ്ട് വിസസ് അർജന്റീന മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.